MDSE മാനേജറിൻ്റെ ഡാഷ്ബോർഡ് ആദ്യമായി നമുക്കൊന്ന് പരിചയപ്പെടാം. സാധാരണഗതിയിലുള്ള എല്ലാ വെബ് ആപ്ലിക്കേഷൻ പോലെയും നമുക്കും 3 തരത്തിലുള്ള ഭാഗങ്ങളാണുള്ളത്. ഒന്ന്, ഏറ്റവും മുകളിൽ കാണുന്ന ടോപ്പ് മെനു ബാർ, ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന സൈഡ് മെനു ബാർ, അടുത്തതായി പ്രധാനപ്പെട്ട ഒരു കണ്ടൻറ് ഏരിയ. ടോപ്പ് മെനു ബാറും സൈഡ് മെനു ബാറും പൊതുവിൽ നമുക്ക് ഈ പ്രോജക്റ്റിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, വിവിധ സെക്ഷൻസിലേക്ക് പ്രധാനമായും നാവിഗേറ്റ് ചെയ്യാനായിട്ടുള്ള ഏരിയാസാണ്. അവിടെ എത്തിപ്പെടാനായിട്ടുള്ള ലിങ്കുകളായിരിക്കും അവിടെ ഉണ്ടാവുക. ബാക്കി കണ്ടൻറ് സെക്ഷനിലായിരിക്കും നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ യഥാർത്ഥത്തിലുള്ള വർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് കണ്ടൻറ് സെക്ഷനായിരിക്കും. ഇനി കണ്ടൻറ് ഏരിയയിൽ ആദ്യമായി നൽകിയിരിക്കുന്ന ന്യൂ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിന് വേണ്ടിയിട്ട് ആദ്യമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസ്, അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഒരു സേവനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷനോ ലേണേഴ്സോ ഒന്നും എടുക്കാത്ത സ്റ്റുഡൻസ് ആയിരിക്കും ന്യൂ സ്റ്റുഡൻറ്റ് എന്നുള്ള ഭാഗത്ത് 7 എന്ന് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗം. അതിനുശേഷം വിത്തൗട്ട് ലേണേഴ്സ്, ആപ്ലിക്കേഷൻ എടുത്തതിന് ശേഷം ലേണേഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് വിത്തൗട്ട് ലേണേഴ്സ് എന്നുള്ള ഭാഗത്ത് കാണിക്കും 36 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പാസ്ഡ് ലേണേഴ്സ് എന്ന ഭാഗത്ത് ലേണേഴ്സ് പാസ്സായി ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആയിരിക്കും 61 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതെല്ലാം കൂടെ ചേർന്ന് ആക്റ്റീവായിട്ടുള്ള മൊത്തത്തിലുള്ള സ്റ്റുഡൻസ്, ആക്റ്റീവ് സ്റ്റുഡൻസ് എന്നുള്ള ഭാഗത്തും താഴെ വന്നിരിക്കുന്ന ബാക്കിയുള്ളത് നമ്മുടെ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള മറ്റു ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളുമാണ്. അത് അതാത് ഏരിയാസിൽ വരുന്നതിനനുസരിച്ച് നിങ്ങളെ കൂടുതലായി പരിചയപ്പെടുത്താം. തുടർന്ന് കൊടുത്തിരിക്കുന്ന ഈ ഭാഗത്ത് നിങ്ങളുടെ വരവ് ചിലവ് കണക്കുകളുടെ അക്കൗണ്ടിംഗ് റിപ്പോർട്ടുകളാണ്. അത് ഡെയിലി റിപ്പോർട്ട്, മന്ത്ലി റിപ്പോർട്ട്, ഫിനാൻഷ്യൽ ഇയർ റിപ്പോർട്ട് ഇതായി തരംതിരിച്ച് കൊടുത്തിരിക്കുന്നു. ഡെയിലി റിപ്പോർട്ടിൽ ദിവസേനയുള്ള വരവ് ചിലവ് ബാലൻസുകളും, മന്ത്ലി റിപ്പോർട്ടിൽ മാസത്തിലുള്ള വരവ് ചിലവ് ബാലൻസുകളും, ഫിനാൻഷ്യൽ ഇയർ റിപ്പോർട്ടിൽ ആ ഫിനാൻഷ്യൽ ഇയറിലുള്ള വരവ് ചിലവ് ബാലൻസുകളും നൽകിയിരിക്കുന്നു. തുടർന്ന് വരുന്ന എക്സ്പയറിംഗ് ആർട്ടിക്കിൾസ് എന്ന ഭാഗത്ത് നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ RC ബുക്കിൻ്റെ രജിസ്ട്രേഷൻ എക്സ്പയറി, ടാക്സ് എക്സ്പയറി, ഇൻഷുറൻസ് എക്സ്പയറി, പൊല്യൂഷൻ എക്സ്പയറി, ഫിറ്റ്നസ് എക്സ്പയറി, പെർമിറ്റ് എക്സ്പയറി ഇവയുടെ എക്സ്പയറി ആയിട്ടുള്ളതും എക്സ്പയറി ആവാനിരിക്കുന്നതുമായ രേഖകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. തുടർന്ന് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നോൺ ട്രാൻസ്പോർട്ട് എക്സ്പയറിയും ട്രാൻസ്പോർട്ട് എക്സ്പയറിയും, അത് കഴിഞ്ഞ് നമുക്ക് ഇൻഷുറൻസ് പോളിസികളുടെ എക്സ്പയറിയും മനസ്സിലാക്കാം.